ഈശ്വര, എന്തൊക്കെയാ കാണുന്നേ? ആരായിരിക്കും ഇതൊക്കെ എടുത്ത് വാർത്തയാക്കുന്നത്? ഇനി ആ വിനയം തന്നെ ആയിരിക്കോ ചേരു? എനിക്കറിയില്ല ചേച്ചി. എന്തായാലും പുള്ളി ഇത് നേരിട്ടെടുത്തതാവാൻ വഴിയില്ല. ഇന്നലെ വിഷു ആയതുകൊണ്ട് വിനയം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാ അവിടുത്തെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. ചിലപ്പോ ഏതെങ്കിലും ഓൺലൈൻ മീഡിയയിൽ വന്ന ന്യൂസ് ആയിരിക്കും. ഇനി വിനയൻ അത് നിനക്ക് അയച്ചെന്നായിരിക്കോ? ഇത് കഷ്ടമായല്ലോ. എന്ത് ന്യൂസ് ആണു? ആരെ കുറിച്ചുള്ള വാർത്തയാ വിനയൻ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നത്? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ? ഏയ്, ഇതങ്ങനെയുള്ള വാർത്തയൊന്നും അല്ലേ ചേച്ചി. വിനയേട്ടൻ ഇന്നലെ വിഷു ആഘോഷത്തിന്റെ വീഡിയോ അയച്ചു തന്നതുപോലെ ഓൺലൈനിൽ വന്നൊരു ആഘോഷത്തിന്റെ വീഡിയോ അയച്ചു തന്നതാ. ആണോ? എങ്കിൽ പിന്നെ ഞാനും നോക്കട്ടെ. ഏയ്, ഇത് കാണാൻ മാത്രമൊന്നുമില്ല. ചേച്ചിയുടെ ജോലി നടക്കട്ടെ. എടി, എന്റെ ജോലിക്ക് ഞാൻ ചെയ്തോളാം. നിനക്ക് അലക്കാൻ വേറെ തുണിയൊന്നുമില്ലല്ലോ? ഇല്ലില്ല ചേച്ചി, അതൊക്കെ അവിടെ വെച്ചേക്ക്, ഞാൻ അലക്കിക്കോളാം. ചേച്ചി അനുചേച്ചിക്കും വിച്ചനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്ക്. അവർക്ക് പോണ്ടതല്ലേ. ഡൈനിങ്ങിലേ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടി, നീ മോനെയും കൊണ്ടുവരുന്ന് കഴിക്ക്. ഞാൻ എപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരാം. ഞാനും ഇതൊന്ന് കാണട്ടെ. അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് താ ചേച്ചി. അല്ല, എന്നെ കാണിക്കാൻ പറ്റാത്തത് എന്താ ഇതിലുള്ളെന്ന് എനിക്ക് അറിയണ്ടേ? ചേച്ചി, അതിലൊന്നുമില്ല. നിക്ക്. ഇതാണോ നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് ഒളിപ്പിക്കാൻ നോക്കിയത്? ഇത് കണ്ടതുകൊണ്ടൊന്നും അമ്പിളി തകർന്നു വീഴാൻ പോകുന്നില്ല മക്കളെ. ഞാൻ ഇതിലും വലിയത് പ്രതീക്ഷിച്ചിരിക്കുക. ഡി, നീ അതെടുത്ത് കഴിക്കണേ. ഇതെങ്ങനെ ചെരുവിന് കിട്ടി? ഇനി അമ്പിളിയമ്മാവനത് കണ്ടു കാണോ? അല്ല, ചീരുവിനെ വിളിച്ചൊരു സൂചന പോലും തരാതെ ഈ വീഡിയോ അയച്ചെന്ന് എന്തിനായിരിക്കും? മോനെ രഘു, ദാ ചായ. എന്താ രഘു, ഫോണിൽ വല്ല വാർത്തയുണ്ടോ? നീ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല മാനവേ. ഞാൻ ഓരോ മെസ്സേജ് ഇങ്ങനെ നോക്കുമായിരുന്നു. അല്ല, എല്ലായ്പ്പോഴും ഫോണിലൂടെയാണല്ലോ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഓ ഓ ഓ, എന്താടാ ഭാവി? അമ്മയുടെ മോൻ പാല് കുടിച്ചില്ലേ? ഇനി കുറച്ച് സമയം തൊട്ടിലേക്ക് കിടന്ന് കളിച്ചോ. അമ്മ പോയി വല്ലതും കഴിച്ചിട്ട് വരാം.